മുകേഷ് എം എൽ എ ആർക്കും ഫോൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫോൺ ചെയ്തു കഴിഞ്ഞാൽ വലിയ അസഹിഷ്ണുതയാണ് എം എൽ എക്കുള്ളത്. മുൻപൊരിക്കൽ ഒരു ആരാധകൻ വിളിച്ചപ്പോഴുള്ള തെറിവിളി വൈറലായിരുന്നല്ലോ. ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലത്തുകാർക്ക് എം എൽ എ വിളിക്കേണ്ട ആവശ്യമില്ലേ? തീർച്ചയായും മുകേഷ് എം എൽ എ ഇപ്പോൾ വളരെ അസഹിഷ്ണുതയിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിന് ശേഷം ഫോൺ ചെയ്യുന്നവരോടൊക്കെ ഉള്ളൊരു സമീപനം വളരെ അസഹിഷ്ണുത നിറഞ്ഞതാണ്. ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പം എൻ്റെ ഫോൺ വെറുതെ ഒരാളിന് സുഹൃത്താണോ എന്ന് ചോദിച്ചപ്പോൾ, ഒരാൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ സുഹൃത്താണോ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അസഹിഷ്ണുത പുലർത്തുകയും അതിനുശേഷം എൻ്റെ ഫോൺ സൈബറുമായിട്ട് കണക്റ്റഡാണ്, എൻ്റെ മേഴ്സിയിലാണ് നീ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്നെ ഇപ്പം എടുത്ത് അകത്തിട്ടേനെ, വീട്ടിൽ കയറി വെട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് മുകേഷിന് ഇങ്ങനെ പറ്റിയതെന്ന് അറിയില്ല. കാരണം മുകേഷിന് ഫോൺ ചെയ്യുമ്പോൾ എല്ലാവരും, അത് ആദ്യം മുതലേ നമ്മൾ മുകേഷിൻ്റെ ഫോൺ കോളുകൾ ഒരു വലിയ വൈറലായിരുന്നു. മുമ്പൊരിക്കൽ അർദ്ധരാത്രിയിൽ വിളിച്ച ഒരാളോട് തെറി പറയുന്നൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഇത്തരത്തിൽ മുകേഷിൻ്റെ ഫോൺ കോളുകൾ കൂടുതലായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ ഇത്തരത്തിൽ അസഹിഷ്ണുത പുലർത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വനിത മുകേഷിനെ വിളിച്ചു. അവരോടും വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് പെരുമാറുന്നത്. അവർ കുറേ സമയമായിട്ട് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുകേഷ് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരടുത്ത് ചൂടാവുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ, ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പുറത്തു വരികയാണ്. അപ്പോൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഭയങ്കരമായി അസഹിഷ്ണുത പുലർത്തുന്നു. ഒരു ജനപ്രതിനിധിക്ക് യോജിച്ചതല്ല മുകേഷിൻ്റെ പല പെരുമാറ്റ രീതികളും. എപ്പോഴും മുകേഷ് ഈ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് മുകേഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ പാർട്ടി അത് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള ജനങ്ങളുടെ ആകെ പ്രതിനിധിയാണ്. ഇത്ര ശതമാനം പോപ്പുലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു മണ്ഡലം ഉണ്ടാക്കുന്നത്. ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് എം എൽ എയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം. രണ്ടാമത്, ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവിടുത്തെ വികസന കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ, അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇങ്ങനെ പല വിധത്തിലാണല്ലോ നമ്മൾ ഭരണ സംവിധാനത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് എക്സിക്യൂട്ടീവായിട്ടും ജുഡീഷ്യറി ആയിട്ടും ലെജിസ്ലേച്ചറായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും ഒരുപാട് ചുമതലയും ഉത്തരവാദിത്വവും ഉള്ളൊരു ജോലിയാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ് മുകേഷ് എന്ന് പറയുന്നത്. അപ്പോൾ മുകേഷ് അത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിന് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാപ്തിയില്ലെങ്കിൽ ഈ പറയുന്ന ചുമതല ഏറ്റെടുക്കരുതായിരുന്നു. അതായത് ഇപ്പം അഭിനയത്തിൻ്റെ തിരക്കുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ആ വഴിക്ക് പോകണം. ഇവിടെ വന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തിയുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന നിലയ്ക്കാണല്ലോ ഈ പറയുന്ന എം എൽ എ ആയിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എം എൽ എക്ക് ഒരു ദിവസം എത്ര കോൾ വരും? 100 കണക്കിന് കോൾ വരും, ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പോൾ ഇത്തരത്തിൽ അസഹിഷ്ണുതയോടുകൂടിയാണ് പെരുമാറുന്നതെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക, അതിൽ ഇടപെടാൻ കഴിയുക? അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മുകേഷ് പ്രാപ്തിക്കുറവുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രാപ്തി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് കൂടി പരിശോധിക്കണം. സ്വയം ആത്മപരിശോധന നടത്തണം. സ്വയംവിമർശനപരമായിട്ടുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. പാർട്ടി മെമ്പറാണല്ലോ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ആളാണല്ലോ. അപ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതികളുണ്ട്. അതിന് സ്വയംവിമർശനം എന്ന് പറയുന്ന കാര്യമുണ്ട്. സ്വയം പരിശോധിച്ച് സ്വന്തം വീഴ്ചകൾ എന്താണെന്നൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോകണം. മറ്റൊരു എം എൽ എമാർക്കും ഇത്തരത്തിൽ ഫോൺ കോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് മുകേഷിനെ മാത്രം വിളിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ എന്തെങ്കിലും പ്രശ്നം തൻ്റെ ഭാഗത്തുണ്ടോ എന്നുള്ളത് കൂടി മുകേഷ് ആത്മപരിശോധന നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രിയൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം ഒരു എം എൽ എ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാൻ കുണ്ട്ര മണ്ഡലത്തിലാണ്. എനിക്ക് എം എൽ എ വിളിക്കണമെങ്കിൽ പി സി വിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കാണെങ്കിൽ അദ്ദേഹം എടുക്കില്ല, പക്ഷേ അതിനുശേഷം തിരിച്ചു വിളിക്കും. അതിപ്പോൾ ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, അല്ലാതെ ഒരു സാധാരണ വ്യക്തി വിളിച്ചാലും പി സി വിഷ്ണുനാഥൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, സി പി എമ്മിലെയും സി പി ഐയിലെയൊക്കെ നേതാക്കൾ അതുപോലെ തന്നെ ജയലാൽ എം എൽ എ, ചാത്തന്നൂർ മണ്ഡലത്തിൽ ജയലാൽ എം എൽ എ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ സി ആർ മഹേഷിനെ വിളിച്ച ഫോൺ എടുക്കും. എന്തിന് മന്ത്രി ചിഞ്ചുറാണി ഫോൺ എടുക്കുമല്ലോ. മുകേഷിന് മാത്രം ഇത്ര അസഹിഷ്ണുത എന്താണെന്നാണ് എല്ലാവർക്കും മനസ്സിലാകാത്തത്. എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പുള്ളി അസഹിഷ്ണുതയോടുള്ള മറുപടിയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഈ വിളിക്കുന്ന ആളിൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെ മാറിപ്പോവുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി മുകേഷിനെ വിളിച്ചപ്പോഴും ഉണ്ടായ മുകേഷിൻ്റെ പെരുമാറ്റമൊക്കെ ഇതിനകത്ത് നോക്കിയാൽ, നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ മുകേഷ് ഫോൺ കോൾ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും.
അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്നൊക്കെയാണ് ഒരു MLA പറയുന്നത്. അത് ശരിയല്ല. അങ്ങനെ ഒരു MLA ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ വരെ നിർവഹിക്കുക, അല്ലെങ്കിൽ ഓരോ വീടുകളിലും അവരുടെ പ്രശ്നങ്ങളെ ഓരോ വീടുകൾ ഉള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് കൊടുക്കേണ്ട ആളാണ് MLA. MP എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വീടുകൾ കൂടുതലാണ്, ഉത്തരവാദിത്തം കൂടുതലാണ്. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാ ജനങ്ങളും സ്വാധീനിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ആളാണ് MLA. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പണിക്ക് പോകരുത്, ഇത് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, വേറെ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കുമെന്ന് പറയണം. ഇത് താക്കീത് നൽകാൻ പാർട്ടി നേതൃത്വവും തയ്യാറാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുത. കഴിഞ്ഞ തവണ കഷ്ടിച്ച് കുറച്ച് വോട്ടുകൾക്കാണ് ബിന്ദുകൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുകേഷ് ജയിച്ചത്. അത് ബിന്ദുകൃഷ്ണയ്ക്ക് കുറേയേറെ കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ മാറിപ്പോയി. അതായത് സൂരജ് രവിയും ചൂർനാട് രാജശേഖരനും അടക്കമുള്ളവരൊക്കെ തന്നെ വോട്ട് മറിച്ചു. കാരണം ബിന്ദുകൃഷ്ണ തോൽക്കാൻ വേണ്ടി കോൺഗ്രസ്സിലുള്ളവർ തന്നെ തോൽപ്പിച്ചതാണ് ബിന്ദുകൃഷ്ണ. അല്ലെങ്കിൽ മുകേഷ് ജയിക്കില്ലായിരുന്നു. 2000-ൽ താഴെ വോട്ടുകൾക്ക് കഷ്ടിച്ചാണ് മുകേഷ് ജയിച്ചത്. പക്ഷേ എന്നിരുന്നാലും അത് മനസ്സിലാക്കണ്ടേ മുകേഷ്? അത് താൻ ജയിച്ചു, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും താൻ രണ്ടാമതും ജയിച്ചു വന്നു, അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു ഫോൺ കോൾ വന്നെന്ന് വിചാരിച്ച് അസഹിഷ്ണുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാതെ മുകേഷ് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകേഷ് MLAക്ക് ഇനി മത്സരിക്കാൻ താല്പര്യമില്ല. ഇനി ഒരിക്കൽ കൂടി കൊല്ലത്തിന്റെ പ്രതിനിധി ആവാനായിട്ടുള്ള അല്ല, ഇനിയിപ്പോൾ സീറ്റും കൊടുക്കത്തില്ല. 2 ടേമിൽ കൂടുതൽ എന്തായാലും ഇവർക്കൊന്നും കൊടുക്കില്ലല്ലോ CPM. മുകേഷ് ഇപ്പോൾ 2 ടേമായി, ഇനി എന്തായാലും കൊടുക്കില്ല, സീറ്റ് കൊടുക്കില്ല. ഒരു സാധ്യത ഇല്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷനിൽ നിന്നിട്ട് അവിടെയും പരാജയപ്പെട്ടതിന്റെ ചുരുക്കം കൂടി ഈ പറയുന്ന ജനങ്ങളുടെ മണ്ടയിൽ തീർക്കാമെന്നാണോ മുകേഷ് MLA വിചാരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അടുത്ത ഒരു ഇലക്ഷന് അല്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് അംഗമില്ല എന്നുള്ള, അല്ലെങ്കിൽ അംഗത്തിന് വാല്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാകണം MLA ഇങ്ങനെ പ്രവർത്തിക്കുക. പക്ഷേ ഇത് വളരെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. ഇങ്ങനെ അല്ല പെരുമാറേണ്ടത്. കൃത്യമായിട്ട് ഒരു MLAക്ക് നിലപാടെടുക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ജനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. എന്തുകൊണ്ടാണ് ഒരു ലീഡർക്ക് അവിടുത്തെ ജനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത പോകുന്നത്? അവരെങ്ങനെയുള്ളവരോ ആവട്ടെ, ചിലപ്പോൾ വൈകാരികമായിട്ടായിരിക്കും ചിലർ വിളിച്ച് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, നിങ്ങൾ MLA അല്ലേ, നിങ്ങൾ എത്ര നാളായിട്ട് ഇടപെട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അയാളെ തിരിച്ച് ചീത്ത വിളിച്ച് അങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ ഒരു ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായ ഒരാൾ മുകേഷ് MLA വിളിക്കുകയാണ്, MLA നിങ്ങൾ ഇടപെടണം, നിങ്ങളുടെ മണ്ഡലത്തിലെ വോട്ടറാണ് ഞാൻ ഇവിടെ എനിക്ക് ഇന്ന ആശുപത്രി വന്നിട്ട് ഇന്ന അനുഭവമാണ് ഉണ്ടായത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്, എന്നെ വിളിക്കാൻ പാടില്ല ഈ സമയത്ത്, ഞാൻ ഇത്രയും പ്രായമുള്ള ആളല്ലേ. പ്രായമുള്ള ആളാണ്, ഫോൺ എടുക്കാൻ കഴിയില്ല, ആൾക്കാരോട് പ്രതികരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിലേക്ക് വരരുത്. സ്ഥാനത്തിലേക്ക് വരാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് അതൊരു ജനപ്രതിനിധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പമാണ് പ്രവർത്തിക്കേണ്ടത്. ആ രീതിയിൽ ജനങ്ങളോടൊക്കെ ഈ ഉമ്മൻചാണ്ടിയെ പറ്റിയൊക്കെ നമ്മൾ കാണാറില്ല. ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാർ വരെ പറയും, മുഴുവൻ സമയം ഉമ്മൻചാണ്ടി ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു നേരം പോലും ഈ പറയുന്ന വിശ്രമം എന്ന് പറയുന്ന കാര്യം എടുക്കാതെ 2-3 മണിക്കൂറാണ് ഉറങ്ങുന്നത്. രാവിലെ 5 മണി തൊട്ട് വീട്ടിൽ ആൾ വന്ന് കാത്തു. അതെ, ഉമ്മൻചാണ്ടിയുടെ വീട്ടിന്റെ പ്രത്യേകത അതാണ്. വീടിന്റെ അടുക്കള വരെ ആൾക്കാർ കയറുമായിരുന്നു. അത്രയ്ക്ക്. അതെ, കാറിൽ എത്ര പേരെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജനകീയനായിരിക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.